ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഷാൾ റിമൂവ് എ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ പാസിംഗ് നോ കോൺഫിഡൻസ് മോഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ആർക്കാണ് ഹൂ ഷാൾ ഡാഷ് ഷാൾ റിമൂവ് എ പ്രസിഡന്റ്, അതായത് പ്രസിഡന്റിനെ ഈ അവിശ്വാസ പ്രമേയം വഴി നീക്കം ചെയ്യുന്ന ആരാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി അല്ലേ. ഓപ്ഷൻ ബിയിൽ പറയുന്നു പൊതുയോഗം അല്ലെങ്കിൽ ജനറൽ ബോഡി. ഓപ്ഷൻ സിയിൽ പറയുന്നു എന്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഡിസിപ്ലിനറി കമ്മിറ്റി. അപ്പൊ ഏതാണ് ആൻസർ വരിക? ആരാണ് ദ ഡാഷ് ഷാൾ റിമൂവ്, ആർക്കാണ് മാറ്റാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ആർക്കാണ്? അത് കമ്മിറ്റിക്കാണ് അല്ലെ, സംഘത്തിന്റെ കമ്മിറ്റിക്കല്ലേ. ദ കമ്മിറ്റി shall remove അല്ലെ, the committee shall remove a president of a cooperative society by no confidence motion. കമ്മിറ്റിക്കാണ്. ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2, an execution petition, അതായത് എക്സിക്യൂട്ടീവ് പെറ്റീഷൻ ഉണ്ട്. an execution petition has to be filed before dash under the Cases Act. ആരുടെ മുൻപാകെയാണ് നമ്മൾ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്? ഓപ്ഷൻ എയിൽ പറയുന്നു RCS, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെയിൽ ഓഫീസർ, ഓപ്ഷൻ സിയിൽ പറഞ്ഞു ആർബിട്രേറ്റർ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ട്രിബ്യൂണൽ. ആരാണ്? ഒരു സംശയമുണ്ട്, രജിസ്ട്രാറിന്റെ മുൻപാകെയാണ് അല്ലേ. ഓക്കെ, RCSന്റെ മുൻപാകെയാണ് നമ്മൾ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. പഠിപ്പിക്കാം, വിശദമായ റൂളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നോക്കാം. അടുത്താണ് ലീഗൽ അസൈനീസ് ഓഫ് ദ ഡിഗ്രി ആർ കോൾഡ്. ഓപ്ഷൻ എ ഡീഫോൾട്ടർ, ഓപ്ഷൻ ബി ഡിഗ്രി ഹോൾഡർ, ഓപ്ഷൻ സി ജഡ്ജ്മെന്റ് ഡെപ്റ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഒരു സംശയം ഡിഗ്രി ഹോൾഡർ ആണ്. ലീഗൽ അസൈനീസ് ഓഫ് ദി ഡിഗ്രി ആർ കോൾഡ് ഡിഗ്രി ഹോൾഡർ എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി പ്രൊപ്പോസസ് ടു ബ്രിങ് റെസൊല്യൂഷൻ ഫോർ ദ എക്സ്പൾഷൻ ഓഫ് എനി അതർ മെമ്പർ, അതായത് സംഘത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർ മറ്റൊരു മെമ്പറിനെ എക്സ്പെൽ ചെയ്യാൻ, സെക്ഷൻ 17 പ്രകാരം എക്സ്പെൽ ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയുക, ഇഫ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി പ്രൊപ്പോസ് ടു ബ്രിങ് റെസൊല്യൂഷൻ, അതായത് ഒരാളെ മാറ്റാൻ വേണ്ടി പ്രമേയം അവതരിപ്പിക്കുന്ന ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ആർക്കാണ് നോട്ടീസ് കൊടുക്കുക? ഹി ഷാൽ ഗിവ് എ റിട്ടൺ നോട്ടീസ് ടു ഡാഷ് ഓഫ് ദ സൊസൈറ്റി. അപ്പം ഞാനൊരു സംഘത്തിലെ മെമ്പറാണ്, വേറൊരു മെമ്പറുണ്ട്, അതായത് നമ്മൾ പറയുന്ന സംഘത്തിലെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കംപ്ലൈ ചെയ്യാൻ പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി എനിക്ക് റെസൊല്യൂഷൻ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആർക്ക് ആദ്യം ലെറ്റർ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എയിൽ പറയുന്നു സംഘത്തിന്റെ സെക്രട്ടറി, ഓപ്ഷൻ ബിയിൽ പറയുന്നു ചെയർമാൻ, ഓപ്ഷൻ സിയിൽ പറയുന്നു മാനേജിംഗ് കമ്മിറ്റി, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു സ്പെഷ്യൽ ജനറൽ ബോഡി. അപ്പോൾ ആരുടെ മുൻപാകെയാണെന്ന് ചോദിച്ചാൽ ചെയർമാന്റെ മുൻപാകെ കേട്ടോ, സംഘത്തിന്റെ ചെയർമാന്റെ മുൻപാകെ കൊണ്ട് കൊടുക്കണം. സാറേ ഇന്നയാളെ മാറ്റണം, ഒരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത് ചെയർമാന്റെ മുൻപാകെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റൻ ആണ്, ബിഫോർ രജിസ്റ്ററിങ് എ സൊസൈറ്റി, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ദ രജിസ്ട്രാർ ഷാൾ എക്സാമിൻ ദ കണ്ടീഷൻസ്, അതായത് കുറച്ച് കണ്ടീഷൻസുകൾ രജിസ്ട്രാർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് എവിടെ പറയുന്നത്? സെക്ഷൻ ഓപ്ഷൻ എയിൽ പറയുന്നു സെക്ഷൻ 7 A to E വരെയുള്ള കണ്ടീഷനാണ്. ഓപ്ഷൻ ബി പറഞ്ഞു സെക്ഷൻ 6 A to C വരെയുള്ള കണ്ടീഷനാണ്. പിന്നെ റൂൾ 3, റൂൾ 8. ഏത് ആൻസർ വരിക? അറിയാം, സെക്ഷൻ 7 പ്രകാരമാണ് അല്ലേ. ഇപ്പൊ നമ്മൾ പറയുന്നത് അപേക്ഷ, അവിടെ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ആദ്യം നോക്കും അപേക്ഷ കേസീസ് ആക്ടിനും റൂളിനും വിധേയപ്പെട്ട് തന്നെയാണോ എന്ന് നോക്കും. രണ്ടാമത് അദ്ദേഹം നോക്കും സെക്ഷൻ 4 പ്രകാരമല്ലേ സംഘത്തിന്റെ ഒബ്ജക്റ്റീവ് നോക്കും. മൂന്നാമതായിട്ട് അദ്ദേഹം നോക്കുന്നത് എന്താണ്, ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. നാലാമതായിട്ട് അദ്ദേഹം എന്ത് നോക്കാറുണ്ട്, ബൈലോയിൽ പറയേണ്ട കാര്യങ്ങൾ ആക്ടിനും റൂളിനും വിരുദ്ധമാണോ എന്ന് നോക്കും. അടുത്തത് അദ്ദേഹം നോക്കും സൗണ്ട് ബിസിനസ്സിലുള്ള എല്ലാ റിക്വയർമെന്റ്സും കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അല്ലേ. പഠിപ്പിച്ചതാണ്, വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഒരു ഭാഗം തന്നെയാണ് അതെല്ലാം. പിന്നെ അതെ അല്ലേ. പിന്നെ അവസാനമായിട്ട് നമ്മൾ നോക്കും, നമ്മൾ രൂപീകരിക്കാൻ പോകുന്ന ഒരു ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 2 ലക്ഷം രൂപ എങ്കിലും അവിടെ ഷെയർ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ഷെയർ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പരിശോധിക്കും. അപ്പോൾ സെക്ഷൻ 7 A to E വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം Fലെ കാര്യങ്ങൾ നോക്കും കേട്ടോ. Fൽ പറയുന്നതാണ് പ്രപ്പോസൽ സൊസൈറ്റി ക്രെഡിറ്റ് സൊസൈറ്റി പ്രപ്പോസൽ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ പറയുന്നുണ്ട് 2.5 ലക്ഷം രൂപയും നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ 1 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്ഷൻ 7 രജിസ്ട്രേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ചീഫ് പ്രൊമോട്ടർ ഫെയിൽസ് ടു കൺവീൻ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിതിൻ 3 months. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് 3 മാസമായിട്ട് ചീഫ് പ്രൊമോട്ടർ അവിടുത്തെ ആദ്യത്തെ പൊതുയോഗം വിളിച്ചു ചേർക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ ആ പൊതുയോഗം ആര് വിളിച്ചു ചേർക്കും? ഓപ്ഷൻ എയിൽ പറയുന്നു എനി പ്രൊമോട്ടർ അല്ലേ, ഏതൊരു പ്രൊമോട്ടർ. ഓപ്ഷൻ ബി പറയുന്നത് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി, സംഘത്തിലെ ജീവനക്കാരൻ വിളിച്ചു ചേർക്കും അല്ലെ. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി. അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി രജിസ്റ്റർ ചെയ്ത് 3 മാസത്തിനകമായിട്ട് വിളിച്ചു ചേർക്കണം. അങ്ങനെ വിളിച്ചു ചേർത്തില്ലെങ്കിൽ അത് ആരായിരിക്കും വിളിച്ചു ചേർക്കുക എന്ന് പറയുന്നുണ്ട് എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ എന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഓക്കെ, രജിസ്ട്രാർ അധികാരപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യക്തിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു
ഫസ്റ്റ് പൊതുയോഗം അല്ലെങ്കിൽ ആദ്യത്തെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇറ്റ് ഷാൾ ബി കൺവീൻഡ് ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ ദ രജിസ്ട്രാർ. ഈ കാര്യത്തിന് വേണ്ടി രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിയായിരിക്കും ആ ഒരു പൊതുയോഗം ഫസ്റ്റ് പൊതുയോഗം വിളിച്ചു ചേർക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ടോട്ടൽ നമുക്ക് 5 പൊതുയോഗത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ജനറൽ ബോഡി, ലാസ്റ്റ് ജനറൽ ബോഡി, ആനുവൽ ജനറൽ ബോഡി, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ആൻഡ് സ്പെഷ്യൽ ജനറൽ ബോഡി. ഓരോ ജനറൽ ബോഡികളെ കുറിച്ചും വളരെ വിശദമായിട്ട് പഠിക്കണം. അതിൻ്റെ റൂളും സെക്ഷനും അതിൻ്റെ മറ്റ് കണ്ടീഷൻസ് ഒക്കെ പഠിക്കണം. അതിൻ്റെ ഒരു ക്ലാസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി 5 ക്വസ്റ്റ്യൻ നാളെ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസുകൾ നോക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.